ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. പ്രേമലു അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ജോജി, തങ്കം, കുമ്പളങ്ങി നൈറ്റ്സ്, പാൽത്തു ജാൻപോർ. ഈ 4 പടങ്ങളാണ്. അഞ്ചാമതൊരു പടം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഭാവന സ്റ്റുഡിയോസ് ഫഹദ് ഫാസിലാണ് അതിന്റെ ഓണർ, പ്രൊപ്പറേറ്റർ. പിന്നെ ദിലീപ് പോത്തനുണ്ടെന്ന് വിചാരിക്കുന്നു, കൺഫേം ആയിട്ടും പറയുന്നില്ല. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല സംഭവമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പിന്നെ മമിത ബൈജു, നമ്മുടെ നെസ്ലിൻ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി? സത്യം പറഞ്ഞ കല്യാണ വീട്ടിൽ വെച്ച് എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. സ്ഥിരം കോഴിത്തരം തന്നെ. ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കുന്നത്. ജോജി പിന്നെ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? വിഷ്ണു വിജയ്. മോനെ കടന്ന് പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടലും കൂടി ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്റെ ഹൃദയോടെ വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ടു, ചത്തോന്ന് വെച്ചാൽ സത്യം. നിന്റെ കാമുകിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റം പറയട്ടോ. നടപടിയാവൂല. നിന്റെ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാരി ആദി. അയ്യോ ശബാഷ്. അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. IT ഫീൽഡിൽ നിന്ന ഒരാളാണ്. ഈ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്. എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിന് കിട്ടും. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. അടിപൊളി. ഇനി നടക്ക പോറത് യുദ്ധം. സച്ചിനെ മതി, നിർത്തിക്കോ. ഈ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. അജ്മൽ സാബു മ്യൂസിക്. 9th ഫെബ്രുവരി. ഓ, സമയല്ല. പ്രേമലു 9-ാം തീയതി തിയേറ്ററിൽ വരും അല്ലേ? അപ്പൊ 2-ാം തീയതി കഴിഞ്ഞിട്ട് 9-ാം തീയതി വേറെ ഏതൊരു പടം ഉണ്ടല്ലോ, അന്വേഷിപ്പിൻ കണ്ടെത്തും. 9-ാം തീയതിയാണ് നമ്മുടെ ടൊവിനോ, പുള്ളിക്കാരന്റെ എന്താ പറയാ, ഒരു ക്രൈം ത്രില്ലർ പരിപാടി. അത് 9-ാം തീയതിയാണ്. അപ്പൊ 9-ാം തീയതി അതുമായിട്ട് ക്ലാഷ് ആണ്. ടോവിനോയുടെ പടത്തിന് തീർച്ചയായിട്ടും ടോവിനോ ഫാൻസ് കുറച്ച് ആളുകൾ പോവും. ആൻഡ് ഓഫ് കോഴ്സ് പ്രേമലുവിന്റെ ട്രെയിലർ കണ്ടാൽ അന്ന് എന്തായാലും ഇപ്പൊ ടോവിനോയുടെ മൂവിന്റെ മുമ്പ് തന്നെ പോകുന്ന കുറെ ആളുകൾ ഉണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള എന്റർടൈനർ ആയിട്ടുള്ള സിനിമകൾ, അതും കോമഡി ഒരു പശ്ചാത്തലത്തിൽ വരുന്ന സിനിമകൾ തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗം ആളുകൾ അത്തരത്തിലുള്ള സിനിമകളെ കാണുന്ന ആൾക്കാർ. കാരണം കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം. ഇനിയിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് പല ജോണർ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള എന്റർടൈനേഴ്സ് കാണാൻ വേണ്ടി ഒരു കോമൺ ഓഡിയൻസ് പൊതുവേ ഉണ്ട്. സോ എന്തായാലും അതിനുവേണ്ടി കുറെ ആളുകൾ പോകും. പിന്നെ ഭാവന സ്റ്റുഡിയോസ് ആണ് ഈ പറഞ്ഞ പോലെ. സൂപ്പർ ശരണി ഇതെന്തോ പറഞ്ഞത് റൈറ്റേഴ്സ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സൂപ്പർ ശരണിയും പിന്നെ ഇതൊന്നും. എന്തായാലും നല്ല രസമുണ്ട്, ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മ്യൂസിക് നല്ല ഒരു ആ കോമഡിക്ക് പറ്റിയുള്ള സാധനം, ആ ഒരു അവസ്ഥകൾ, സിറ്റുവേഷൻസ് കറക്റ്റ് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ്. എന്തോ അജ്മൽ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ വായിച്ചിരുന്നു. സോ പുള്ളിക്കാരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയേണ്ടത്, ഇതിന്റെ ക്യാമറ, പിന്നെ ഇവരുടെ പെർഫോമൻസ്. ഈ മമിത ബൈജു നല്ല പെർഫോമറാണ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ നെസ്ലിന്റെ എല്ലാ സിനിമകളും ഒരേ ടൈപ്പ് അഭിനയമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള, അതായത് നെസ്ലിന് കറക്റ്റ് ആയിട്ടുള്ള വേഷങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അത് അവന്റെ ആ ഒരു സ്ലാങ്, എന്താ പറയാ, ആ ഒരു പൊട്ടത്തരം, ആ ഒരു കട്ടിക്കുട്ടൽസ്, ഇമാതിരി സാധനങ്ങളൊക്കെ
കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് കറക്റ്റ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു ആവർത്തന വിരസത നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ആ ക്യാരക്ടറിൽ ഉള്ള കോമഡികളും ആ ഒരു എന്താ പറയുക ചിരിയും ആ ഡയലോഗ് ഡെലിവറി ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ അറിയേണ്ട നമുക്കത് ഇഷ്ടമായിപ്പോ. സോ അത്തരത്തിലുള്ള സാധനങ്ങളാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു എൻഡിങ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും പ്രണയം, കോമഡി, യാത്രകൾ ഒക്കെ ചേർന്നുള്ള സാധനമായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ചാടാ.